വന്നിട്ടുള്ളത് തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടി മറൈൻവേൾഡ് അക്വേറിയത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. കമോൺ. അപ്പോൾ നമ്മൾ ഇവിടെ കവാടത്തിലെത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള വിശാലമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവിടെ 3D ഉണ്ട്, ഹൊറർ ഹൗസ് ഉണ്ട്, മിറർ ഹോം ഉണ്ട്, പിന്നെ നമ്മൾ ബേഡ്സ് പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം പുറത്താണ്. ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപുള്ള കാണാക്കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ ടിക്കറ്റ് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ കവാടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് 250, പിന്നെ മിഡിൽ 350, സീനിയർ സിറ്റിസന് 400 റേറ്റ് വരുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഗായ്സ്, അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കളക്ഷനാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അക്വേറിയം എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മളെ കൺസെപ്റ്റിൽ ഇല്ലാത്തൊരു രീതിയിലാണ് ഇവർ ഇങ്ങനെ എത്തിച്ചിട്ടുള്ളത്. അമ്മാതിരി ഫിനിഷിംഗാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളൊരു ഫണ്ട് നമ്മൾ പൈസ കൊടുത്ത് അത് കൂടിപ്പോയെന്ന് ഒരിക്കലും തോന്നില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. അത്രയധികം പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ഇത് കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മീൻപിടുത്തക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു സംഭവം, അത്രയധികം മീനിൻ്റെ കളക്ഷനുള്ള കാരണം കൊണ്ട് എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് നേരിട്ട് തന്നെ കാണാം ബാക്കി മീനിൻ്റെ വിശേഷം. പിന്നെ ഗായ്സ്, ഇതിൽ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് അടിക്കാൻ പാടില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അത്ഭുതമാണ് ഗായ്സ്, അത്ഭുതമാണ്. ഇവിടെ ഓട്ടോറിക്ഷയുടെയും കാറിൻ്റെ ഉള്ളിലൊക്കെയാണ് മീനിനെ വളർത്തുന്നത്. എൻ്റെ വൈഫിനായിട്ട് വന്ന അവൾ പോലും അതിശയിച്ചു പോയി. അമ്മാതിരി കളക്ഷനാണ് ഗൈസ്. ഫാമിലി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ. ഗായ്സ്, ഭയങ്കര വിലപിടിപ്പുള്ളൊരു മീനാണ് ഈ കിടക്കുന്നത്. വൈറ്റ് കളറിലായ കാരണം കൊണ്ട് ഞാൻ ഈ സാധനത്തിൻ്റെ വൈറ്റ് കളറിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കൊരു സംതൃപ്തി തോന്നുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി കളക്ഷനാണ് ഗായ്സ്. മുന്നോട്ട് പോകും തോറും ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ്.
വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഞെട്ടിപ്പിക്കുന്ന രൂപങ്ങളും അതും ഇതൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ കണ്ടോ ഗൈസ്, അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെയാണ് ഇരിക്കണത്. അപ്പോൾ നമ്മളെ അളിയൻ്റെ കൊച്ചാണ് ഇവിടെ ഉള്ളത്. അവൻ മീനിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും ഏത് മീനൊക്കെ കണ്ടു കഴിഞ്ഞാലും സംസാരം നിർത്തണമൊന്നുമില്ല. ഇപ്പോൾ കുറേ ആയി നടന്നു വരണം. ഓരോ മീനിൻ്റെ വലിപ്പം കണ്ടോ ഗൈസ്, എന്താ വലിപ്പം! ഏകദേശം ഒരു 10, 50, 60 കിലോ ഉണ്ടാവും ഒരെണ്ണം. അമ്മാതിരി വലിപ്പമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണേണ്ട ഒരു അക്വേറിയം തന്നെയാണ് കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ അത്രയധികം മീനിൻ്റെ കളക്ഷനുള്ള ഒരു സ്ഥലം തന്നെയാണത്, ഈ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞത്. ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. ഇനിയും കഴിഞ്ഞിട്ടില്ല, മുന്നോട്ട് പോവുക തന്നെയാണ് ഗൈസ്.
ഗായ്സ്, ഇവിടെ ചെറിയ മീനുകൾ മുതൽ വലിയ സ്രാവുകൾ വരെ ഉണ്ട് കേട്ടോ. നേരിട്ട് കണ്ടാൽ തന്നെ വിശ്വാസമാവുള്ളൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. കണ്ടോ ഗായ്സ്, സ്രാവാണത്, സ്രാവ്. ഗായ്സ്, ഇത് നേരിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം കളക്ഷൻസ് ഉണ്ട് ഇവിടെ മീനിൻ്റെ. ഇതൊക്കെ ജീവിതത്തിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് വിശ്വാസമാവുള്ളൂ. മുന്നോട്ട് പോകും തോറും വീണ്ടും വീണ്ടും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മാതിരി വലിപ്പാണ് ഈ മീൻ. ഫിഷിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു അക്വേറിയം തന്നെയാണ് കേട്ടോ ഗൈസ്, മറൈൻ വേൾഡ് അക്വേറിയം എന്ന് പറയുന്നത്. ചെറിയ മീനുകൾ മുതൽ വലിയ സ്രാവുകൾ വരെ ഉണ്ട് ഇതിൽ. ഇതിനിടയിൽ നിൽക്കുന്ന കായൽ മീൻ വരെ ഇതിലുണ്ട്. നേരിൽ കണ്ടാൽ തന്നെയാണ് ഇതിൻ്റെ മായാജാലം മനസ്സിലാവുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.